അപ്പോൾ കളരിപ്പയറ്റ് എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ സ്വന്തം കലയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് കേരളത്തിൻ്റെ ആയോധന കലയാണ്. ആയോധന കല എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ കല. അത് ഏത് കാലമാണ് ഉണ്ടായത് എന്നതിനെപ്പറ്റി പലരും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ഒരു പുരാണ കഥയാണ്. അതായത് പരശുരാമനെ സംബന്ധിച്ച കഥ. പരശുരാമനാണ് കേരളം ഭൂമി സൃഷ്ടിച്ചതെന്നും അവിടെ ഒരുപാട് കളരികൾ 108 കളരിയോ അല്ലെങ്കിൽ അതിന് കൂടുതൽ കളരികളോ സ്ഥാപിച്ച് അവിടെയുള്ള ബ്രാഹ്മണന്മാരെയും മറ്റുള്ളവരെയൊക്കെ കളരിപ്പയറ്റ് പഠിപ്പിച്ചതെന്നും എന്നുള്ളൊരു ഐതിഹ്യമുണ്ട്. എന്ന് വെച്ചാൽ ആര്യൻ അധിനിവേശം ഉണ്ടായത് ഏകദേശം 3000 കൊല്ലം മുമ്പെയാണ്. അപ്പോൾ ഇന്ത്യയിലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ആര്യന്മാർ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കും ചെറു ചെറു സംഘങ്ങളായി വന്നതാണ് അവരുടെ ലീഡേഴ്സിൻ്റെ നേതൃത്വത്തിൽ. അതിലൊരു സംഘം ഭാർഗവ ഗോത്രം എന്ന് പറയുന്ന ഒരു ഗോത്രം ഭാർഗവരാമൻ്റെ നേതൃത്വത്തിൽ ഇങ്ങോട്ടേക്ക് വന്നു എന്നാണ്. കേരളത്തിലേക്ക് കൊങ്കൺ വഴി കേരളത്തിലെത്തിയെന്നും അവർ അന്നിവിടെ കൃഷി ഉണ്ടായിരുന്നില്ല. മലവാരങ്ങളാണ്, പിന്നെ കോസ്റ്റൽ ഏരിയകളാണ്. പക്ഷേ അവിടെയൊക്കെ മരങ്ങൾ തിങ്ങി വളരുന്ന സ്ഥലങ്ങളായിരുന്നു. അതൊക്കെ വെട്ടിത്തെളിയിച്ചിട്ട് കൃഷിഭൂമികളാക്കി മാറ്റി. അത് ഈ ആര്യന്മാരുടെ വരവോടുകൂടിയാണ് സംഭവിച്ചത്. അതിന് ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം മഴുവായിരുന്നു. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ പറയുന്നത് മഴു ഒരു പ്രതീകവൽക്കരിച്ചിട്ട് കേരള ഭൂമി സൃഷ്ടിച്ച ഒരായുധമാക്കി മാറ്റി. അത് ഈ ഭാർഗവ ഗോത്രത്തിലെ ഭാർഗവരാമനാണ് പരശുരാമൻ എന്ന ഒരു പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ആര്യൻ മൈഗ്രേഷൻ ഉണ്ടായി. ആര്യന്മാരിവിടെ വന്നു, അവരുടെ കൃഷി ഇവിടെയും പ്രാവർത്തികമാക്കി. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആദിവാസി ജനത, കേരളത്തിലുണ്ടായിരുന്ന ജനത, അവരുടെ ഒരു നായാട്ട് ഒരു വിദ്യകളൊക്കെ ഉണ്ടായിരുന്നു. മൃഗങ്ങളെ വേട്ടയാടിയിട്ടൊക്കെ ആയിരുന്നു അവർ ജീവിച്ചിരുന്നത്. അതിനുവേണ്ടി ചെറിയ കത്തികളും കുന്തങ്ങളും ഒക്കെ അവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ചെറിയ ശണ്ഠകൾക്ക് വേണ്ടിയിട്ടും അത് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആയോധന കല എന്നുള്ള നിലയിലെങ്കിൽ ആയോധന സമ്പ്രദായം ഇവിടെ നിലവിലുണ്ടായിരുന്നു. അത് ആര്യന്മാർ വന്നപ്പോൾ അവരുടെ ധനുർവേദ വിദ്യ അത് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ആയോധന വിദ്യയായിരുന്നു. അതുമായിട്ട് ചേർന്ന് മിക്സ് ചെയ്ത് കളരിപ്പയറ്റ് എന്ന രൂപത്തിൽ ഇവിടെ പരിണമിച്ചു എന്നുള്ളതാണ് നമുക്ക് ഒരു ചരിത്രപരമായി വിശ്വസിക്കാവുന്നത്. അപ്പോൾ അതൊരു സംഘം പീരീഡിലാണ് പക്ഷേ കളരിപ്പയറ്റ് ഏറ്റവും കൂടുതൽ ഇവിടെ ഡെവലപ്പ് ചെയ്തത്, പരിഷ്കരിക്കപ്പെട്ടത്. സംഘം പീരീഡ് എന്ന് പറയുമ്പോൾ അത് 200 BC 600 AD ഇടക്കുള്ള ആ കാലഘട്ടം. ചേരന്മാരും പിന്നെ പാണ്ഡ്യന്മാരും ഒക്കെ ഭരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ കേരളവും ആ ഭരണത്തിൽപ്പെട്ട സ്ഥലമായിരുന്നു. അങ്ങനെയാണ് ഈ യുദ്ധങ്ങളൊക്കെ ധാരാളം ഉണ്ടായത്. അതിൻ്റെ ഫലമായിട്ട് ഈ ആയോധനകല ഡെവലപ്പ് ചെയ്തതും ആണ് ഒരു ചരിത്ര വസ്തുത. അതിനുശേഷം ബ്രാഹ്മണിക്കൽ യുഗം വന്നു. അതിനുശേഷം ഈ ചേരന്മാരുടെ പതനത്തോടുകൂടി കേരളം എന്ന് പറയുന്ന ഈ ഭൂമി ഒരുപാട് നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. അപ്പോൾ കോലത്തിരി, സാമൂതിരി, കൊച്ചി എന്നൊക്കെ പറയുന്ന നാട്ടുരാജ്യങ്ങൾ. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ എപ്പോഴും യുദ്ധങ്ങളും അതിർത്തി തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഈ കളരികളിൽ പഠിച്ചിരുന്ന സൈനികരെ, കളരിപ്പയറ്റ് അറിയുന്ന സൈനികരെയായിരുന്നു അതിനു വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെയാണ് കേരളത്തിലൊരു അതിഭയങ്കര യുദ്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും കൂടി ചെറിയ ചെറിയ യുദ്ധങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സപ്പോർട്ടീവായിട്ട് നിന്നത് ഈ കളരികളിലെ പഠിച്ച അഭ്യാസികളായിരുന്നു. അതാണ് കളരിപ്പയറ്റിൻ്റെ ഒരു ആദിമ ചരിത്രം എന്ന് പറയാവുന്നത്. പിന്നെ അതിനുശേഷം കളരിപ്പയറ്റ് ഒരു ഡെവലപ്പ് ചെയ്ത് വന്ന സമയത്ത് കളരിപ്പയറ്റ് ഒരുപാട് കലകളെ സ്വാധീനിക്കാൻ തുടങ്ങി. കേരളത്തിലുള്ള ഒരു 30-ലധികം കലകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഥകളിയായാലും വേലകളി, മുടിയേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കലകളെ 30-ലേറെ കലകളെ കളരിപ്പയറ്റ് സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ തെയ്യത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കലയാണ് കളരിപ്പയറ്റ്. അപ്പോൾ കളരിപ്പയറ്റ് അങ്ങനെ കേരളത്തിൽ മുഴുവൻ വ്യാപിച്ചു. അത് അംഗത്തിൻ്റെ അതായത് ജുഡീഷ്യറി, ഇപ്പോൾ ഇന്നിപ്പം നമ്മൾ പറയുന്നില്ലേ കോടതി വ്യവഹാരം, അങ്ങനെ മറ്റ് വ്യവഹാരങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ട് തീർക്കാൻ പറ്റാത്ത തർക്കങ്ങൾ അംഗച്ചേകവന്മാർ അംഗം വെട്ടിയിട്ട് തീർക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. നാടുവാഴിക്ക് പോലും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത തർക്കങ്ങൾ 2 അംഗച്ചേകവന്മാരെ വെച്ചിട്ട് അത് തീർക്കുന്ന, അതിൻ്റെ ന്യായാന്യായത്തിനെ പറ്റി നമ്മളിപ്പം വിചാരിക്കണ്ട. പക്ഷെ എന്നാലും അത്തരത്തിൽ ഏറ്റവും നല്ല കളരിപ്പയറ്റുകാരെ കൊണ്ടുവന്ന് അംഗം വെട്ടിച്ചിട്ട് തീർക്കുന്ന ഒരു ഏർപ്പാടും കൂടി അന്നുണ്ടായിരുന്നു. അപ്പോൾ കളരിപ്പയറ്റ് അങ്ങനെ സമസ്ത മേഖലകളിലും സ്വാധീനം ചെലുത്തി വാണിരുന്ന ഒരു കാലത്താണ് അതിന് മെല്ലെ അപചയം വരാൻ തുടങ്ങിയത്. ആദ്യത്തെ പോർച്ചുഗീസുകാരെ കാലത്താണ് ആദ്യം അപചയം വന്നത്. അവർ വെടിയുണ്ടകൾ ഇവിടെ കൊണ്ടുവന്നു.
തോക്കുകൾ, ആധുനിക യുദ്ധോപകരണങ്ങൾ കൊണ്ടുവന്നു. അതിനെ കൊണ്ട് യുദ്ധം വെട്ടാന്ന് വെച്ചു. പിന്നെ യുദ്ധനീതി എന്ന് പറയുന്ന അത് വേണ്ട എന്നുള്ള നിലയായി. പിന്നെ ബ്രിട്ടീഷുകാർ വന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതിന് വലിയ അപജയം സംഭവിച്ചു. കാരണം ഈ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്ക് എഗൻസ്റ്റായിട്ട് ഉള്ള ഒരു മുന്നേറ്റത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് വന്നപ്പോൾ 1804 കളരിപ്പയറ്റ് നിരോധിക്കുക കൂടി ഉണ്ടായി. എവിടെയും കളരിപ്പയറ്റ് പരിശീലിക്കാൻ പാടില്ല, കളരി ആയുധങ്ങളൊന്നും എവിടെയും സംഭരിച്ച് വെക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നിയമം ഉണ്ടായത് 1804 അപ്പോൾ അതിനുശേഷം കളരിപ്പയറ്റിന് വല്ലാതെ അപജയമുണ്ടായി. പഴശ്ശി 1805 തന്നെ വീഴുകയും ചെയ്തു. പിന്നെ ആ നിരോധനമൊക്കെ നേരത്ത് വന്നത് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്താണ്. 1930-35 കാലഘട്ടങ്ങളിൽ സ്വദേശി പ്രസ്ഥാനം മഹാത്മാഗാന്ധിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയപ്പോൾ അദ്ദേഹം ആഹ്വാനം ചെയ്തു, ഇന്ത്യയിലുള്ള എല്ലാ കലകളും, ഓരോ ദേശത്തുള്ള കലകൾ അങ്ങനെ പുരോഗമിച്ച് വരണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോഴാണ് കേരളത്തിലും ഈ കളരിപ്പയറ്റ് അവിടെ പഠിപ്പിക്കാനും വീണ്ടും ഉദയം ചെയ്ത് വരാനും തുടങ്ങിയത്. ആ സമയത്ത് ധാരാളം കളരികൾ ഉണ്ടായിരുന്നു. പക്ഷേ കളരിപ്പയറ്റ് അന്ന് തന്നെ ഒരുപാട് അസ്തമിച്ചു പോയിരുന്നു. നല്ല നല്ല അഭ്യാസ സമ്പ്രദായങ്ങൾ അത് എഴുതി വെക്കപ്പെടാത്തതുകൊണ്ടും പരിശീലിക്കാത്തതുകൊണ്ടും നശിച്ചു പോയിരുന്നു. അതുകൊണ്ട് 35-ന് ശേഷമുണ്ടായ കളരിപ്പയറ്റ് വാസ്തവത്തിൽ പണ്ടത്തെ ഏറ്റവും നല്ല കളരിപ്പയറ്റാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അല്ല എന്ന് തന്നെ ഉത്തരം പറയേണ്ടി വരും. ഏതായാലും അതിനുശേഷം പിന്നെ സ്വാതന്ത്ര്യാനന്ത ഭാരതത്തിലും കളരിപ്പയറ്റ് ഇഷ്ടം പോലെ പഠിപ്പിക്കാനും പഠിക്കാനും ഒക്കെ തുടങ്ങി. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി വിശേഷം.